ഹലോ ഫ്രണ്ട്സ്, നമുക്കിതൊരു സാലഡ് ഉണ്ടാക്കിയാലോ? വെറും സാലഡല്ല, ചിക്കനും കൂടി ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാലഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കക്കിരിക്ക, അതുപോലെ ക്യാരറ്റ്, തക്കാളി, ഉള്ളി ഇവയൊക്കെയാണ് എടുത്തുള്ളത്. ഇതൊക്കെ എന്താ കുനുകുന നരിഞ്ഞ് എടുത്തെടുത്ത് മാറ്റി വെക്കുക. ഏറ്റവും ചെറിയ പീസാക്കിയിട്ട് തന്നെ അരിയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉള്ളി കൂടി മുറിച്ചെടുത്തു. ലാസ്റ്റ് തക്കാളി കൂടി മുറിച്ചെടുത്തു. തക്കാളി എല്ലാ സാലഡിനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ മാത്രം തക്കാളി കൂടി യൂസ് ചെയ്യാം. ചിക്കൻ ഓൾറെഡി അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേവിച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് ബോൺലെസ് മാത്രം എടുത്തിട്ട് പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് അടിച്ചെത്താൻ നമുക്കത് ക്രഷ് ചെയ്ത് കിട്ടും. അതിങ്ങനെ നൂല് പോലെ കിട്ടും. അപ്പോൾ ആ ഒരു പരുവത്തിലേക്കാക്കി നമുക്കൊന്ന് മിക്സിന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കാര്യം തികച്ചും ഓപ്ഷണലാണ്. മയണൈസാണ് ഉണ്ടാക്കുന്നത്. അതിൽ പാലും അതുപോലെ നമ്മുടെ സൺഫ്ലവർ ഓയിലും തുല്യ അളവിലെടുക്കും. അതുപോലെ തന്നെ 1-2-3 വെളുത്തുള്ളി കൂടി അതിൽ ചേർത്തിട്ട് കുറച്ച് ഉപ്പും ഒരു നുള്ളി പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്യുമ്പം വളരെ വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് മെല്ലെ ബീറ്റ് ചെയ്ത് നമുക്ക് നല്ല കട്ടിയുള്ളൊരു മയണൈസ് നമുക്ക് കിട്ടും. നമ്മുടെ പരിപാടിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ നമ്മൾ ആദ്യം ഇതിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും ലെയറായിട്ട് ഇട്ട് കൊടുക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള മയണൈസോ അതുപോലെ സോസ് ഇഷ്ടമാണെങ്കിൽ സോസ് ഉപയോഗിക്കാം. ഇനിയിപ്പം ഒന്നും വേണ്ട, ജസ്റ്റ് കുരുമുളകും ഉപ്പും കൂടി മാത്രം ഉപയോഗിച്ചിട്ട് ചിക്കനും കൂടി ചേർത്തിട്ട് ഈ ഒരു സാലഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ വേണേൽ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. നമ്മൾ പൊതുവെ മലയാളികൾ സാലഡ് കഴിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾക്ക് എന്തൊരു ടേസ്റ്റ് അങ്ങനെ ഫീൽ ചെയ്യാറില്ല അല്ലേ? നോൺ വെജിനോടൊക്കെ നമുക്ക് ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് സ്കിപ്പ് ചെയ്യും നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർ സുഖമായിട്ട് ഈ സാലഡ് കഴിക്കും. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓരോ ലെയറായിട്ട് നമ്മൾ ഈ ഒരു പച്ചക്കറിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് പിന്നെ വീണ്ടും പച്ചക്കറിക്ക് ആഡ് ചെയ്ത് ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ കുട്ടികളെ സുഖമായിട്ടങ്ങ് കഴിച്ചോളും. പിന്നെ ഒരു ഗുണം കൂടിയുണ്ട്, ഉണ്ടാക്കാൻ വലിയ പണിയുമില്ല. ഓൾറെഡി എന്തെങ്കിലും ചിക്കൻ എങ്ങാനും പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ധാരാളമാണ്.